ഇന്ന് നമ്മൾ പുതിയ ഒരു ഫ്രേസ് പഠിക്കാൻ പോകുന്നു. ത്രൂ ദ ബാക്ക് ഡോർ ഓർ ബൈ ദ ബാക്ക് ഡോർ. ഇതിൻ്റെ മീനിങ് പിൻവാതിലിലൂടെ. പിൻവാതിലിലൂടെ എന്ന് പറഞ്ഞാൽ നേർവഴിയിൽ കൂടി അല്ലാതെ. ഒരു ലക്ഷ്യം സാധിക്കാൻ ശരിയായ അല്ലെങ്കിൽ ഡയറക്റ്റായ പല മാർഗങ്ങളും ഉണ്ടാകും. പക്ഷെ അതൊന്നും സ്വീകരിക്കാതെ ഇൻഡയറക്റ്റായ വഴികളിൽ കൂടി, സീക്രട്ടായ വഴികളിൽ കൂടിയൊക്കെ ചില കാര്യങ്ങൾ നടത്തുന്ന ആളുകളില്ലേ, അതാണ് ബാക്ക് ഡോറിൽ കൂടി കാര്യങ്ങൾ നടത്തുന്നു എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിന് എക്സാമ്പിളായിട്ട് കുറച്ച് സെൻറ്റൻസസ് നോക്കാം. ഹി യൂസ്ഡ് ഹിസ് ഫ്രണ്ട്സ് ടു ഹെൽപ്പ് ഹിം ഗെറ്റ് ഇൻ ടു ദ സിവിൽ സർവീസ് ബൈ ദ ബാക്ക് ഡോർ. ഹി യൂസ്ഡ് ഹിസ് ഫ്രണ്ട്സ് ടു ഹെൽപ്പ് ഹിം ഗെറ്റ് ഇൻ ടു ദ സിവിൽ സർവീസ് ബൈ ദ ബാക്ക് ഡോർ. സിവിൽ സർവീസിലേക്ക് കടക്കുന്നതിന് വേണ്ടി അവനെ സഹായിക്കുന്നതിന് അവൻ അവൻ്റെ ഫ്രണ്ട്സിനെ പിൻവാതിലിലൂടെ ഉപയോഗിച്ചു. അപ്പോൾ അതിനർത്ഥം നേരായ രീതിയിലല്ലാതെ അവൻ അവൻ്റെ ഫ്രണ്ട്സിൻ്റെ സഹായം ഉപയോഗിച്ചു. ഇനി നമുക്ക് വേറൊരു സെൻറ്റൻസ് നോക്കാം. ഹി ഫെയിൽഡ് ദ എക്സാമിനേഷൻസ് ഫോർ അഡ്മിഷൻ ടു കോളേജ് ബട്ട് ഹി ഗോട്ട് ഇൻ ബൈ ദ ബാക്ക് ഡോർ. ഹി ഫെയിൽഡ് ദ എക്സാമിനേഷൻസ് ഫോർ അഡ്മിഷൻ ടു കോളേജ് ബട്ട് ഹി ഗോട്ട് ഇൻ ബൈ ദ ബാക്ക് ഡോർ. ഇവിടെ അഡ്മിഷന് വേണ്ടിയിട്ടുള്ള എക്സാമിനേഷൻസൊക്കെ അവൻ ഫെയിലായി, അവൻ തോറ്റുപോയി. പക്ഷേ അവന് അഡ്മിഷൻ കിട്ടി. അവിടെ അതെങ്ങനെയാ? ബാക്ക് ഡോറിൽ കൂടി കടന്നു, സീക്രട്ടായ രീതിയിൽ കൂടി അഡ്മിഷൻ എടുത്തു എന്നർത്ഥം. ഇപ്പോൾ മനസ്സിലായില്ലേ? ത്രൂ ദ ബാക്ക് ഡോർ അല്ലെങ്കിൽ ബൈ ദ ബാക്ക് ഡോർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ് എന്ന്? ഒരു സെൻറ്റൻസ് എങ്കിലും കമൻറ്റ് ബോക്സിൽ എഴുതണം കേട്ടോ.